ഹായ് ഹലോ. ഇന്ന് നമ്മളൊന്ന് കൊണ്ടോട്ടി പോയി വരാം കേട്ടോ. വേറെ എടുക്കല്ല കേട്ടോ, നമ്മൾ കൊണ്ടോട്ടി ഫെസ്റ്റിന് തന്നെ കേട്ടോ. ഓള് ഭയങ്കര ഉഷാറായിട്ട് മാറ്റി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബസ്സിലായതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങളേതായാലും കൊണ്ടോട്ടിയിലെത്തി. എത്തിയപ്പോൾ തന്നെ കണ്ടില്ലേ ഓളെ പാച്ചിലാട്ടോ. ഓൾക്ക് എന്തോ ഒരു ഫ്രീഡം കിട്ടിയ മാതിരി. അത് മൈൻഡാക്കണ്ട, ഓൾക്ക് എത്ര ആയാലും അത് മാറില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഓളെ വിട്ടിട്ടോ. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കാമെന്ന് വിചാരിച്ചാൽ ആദ്യം തന്നെ അതിനാണല്ലോ ഇപ്പം മസ്റ്റ്. ഐസ്ക്രീമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും മേടിച്ചു കൊടുക്കാൻ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല കേട്ടോ. കാരണം ഒരുമാതിരി മേത്തൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പാനിപ്പൂരി മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്കും കഴിക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചപ്പോൾ ഓൾക്ക് പാനിപ്പൂരി വേണ്ട. ലാസ്റ്റ് ഫുള്ളി ഞങ്ങൾ തന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ പിന്നെയും പെണ്ണ് പൊട്ടിത്തെറിപ്പി അങ്ങനെ റൈഡ്സിൽ കയറ്റിയേ നേരോളം അങ്ങനെ കളിച്ചുകൊണ്ട് നിന്നിട്ടോ. പിന്നെ അതിന് ആ കാണുന്നത് കേട്ടോ മരണക്കിണറ്. പിന്നെ ഈ കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നവർക്ക് ബെസ്റ്റ് ടൈം ഇപ്പോഴാണ് കേട്ടോ. ഇനി നേർച്ചയൊക്കെ തുടങ്ങിയാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ പോയത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കയറാൻ പോയത് ചാക്കിൽക്കോട്ട കേട്ടോ. സത്യം പറഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി പോയിട്ടോ. ആ ഒരു ആവേശത്തിന് പുറത്ത്. പക്ഷെ അടുത്ത് നിന്ന് കാണുമ്പോൾ ഭയങ്കര പേടി കേട്ടോ. എൻ്റെ കൂടെ എൻ്റെ ചെറിയ താത്തയാണ് കേട്ടോ. അപ്പനകത്തേക്ക് നല്ല പേടിയായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇനി ടിക്കറ്റ് എടുത്ത് പോയില്ല, അപ്പോൾ നമ്മൾ വെറുതെ ഇതാക്കണ്ടല്ലോ. അത് ഞങ്ങൾ കുട്ടിപ്പട്ടാളം ഞങ്ങൾ കൂടെ കയറിയിട്ടുണ്ട്. ഓരെയും നോക്കണം നമ്മളിൽ നോക്കണം. വല്ലാത്തൊരു വലിയൊരു ടാസ്ക് തന്നെ കേട്ടോ സംഭവത്തിൽ. ഏതായാലും രണ്ടും കൽപ്പിച്ച് കയറും. അതൊക്കെ കൊട്ട പൊന്തിനനുസരിച്ച് പേടി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് കേട്ടോ. കുട്ടീനെയും പിടിച്ചാൽ കുത്തിരിക്കണതും കുറേ വട്ടം പറഞ്ഞാൽ കയറുന്നില്ല എന്ന്. എന്നാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഒന്നാമത് നല്ല പേടി തന്നെയാണ് കേട്ടോ. ഞാൻ കാണുന്ന ആദ്യത്തെ വ്യൂ ഒക്കെ നന്നായിട്ട് കാണാം കേട്ടോ, മലേൻ്റെ മുകളിലൊക്കെ. താത്തക്ക് ഓനെയും നോക്കണം, താത്തിന് എൻ്റെ കയ്യിലാണെങ്കിൽ എൻ്റെ എങ്ങനെയൊക്കെ ആണ് വീഡിയോ എടുക്കാൻ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ ഫേസ് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ കാണാനൊക്കെ രസമുള്ളൂ. ഇത് പൊന്തിത്താവുമ്പോൾ ശരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ വരുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. ഏതായാലും കഷ്ടപ്പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുത്തിയിരുന്നേ. ആകാശം ചാറ്റിൽക്കോട്ടയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം താത്ത ഭയങ്കര ഒരു ഷോക്കിലാണ് കേട്ടോ. അപ്പോൾ താത്ത വന്നിട്ടില്ല കേട്ടോ. പിന്നെ തോണിക്ക് ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ. എനിക്ക് ഷോക്ക് ഉണ്ടെന്നാലും ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ. ഏതായാലും നമ്മളിങ്ങനെ എടുത്തിട്ടുള്ളൂ കേട്ടോ. കയറിയപ്പം മുതൽ ഞാൻ ഫോൺ തൊട്ടില്ല കേട്ടോ, കാരണം എനിക്ക് ഭയങ്കര പേടി. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞപ്പോൾ ഞാനൊരു 1.5 വിധായി കേട്ടോ. തോണിൻ്റെ വലിപ്പം കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.